കമൻറ്റേറ്റർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. കമൻറ്റേറ്റർ പറയുന്ന വാചകവും നമ്മളപ്പോൾ കേട്ടു. നമ്മളൊരു ടെൻഷൻ അടിച്ചു ആ സമയത്ത്. ഈ പറഞ്ഞതുപോലെ ഡെഡ് ബോൾ ആയി പോവോ, പെട്ടെന്നൊരു സംശയം വന്നു. പക്ഷേ പിന്നീട് വിക്കറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു ത്രസിപ്പിക്കലായിരുന്നു. എനിക്കൊന്നും അടുത്ത കാലത്ത് ഈ 90 വർഷം രഞ്ജി ട്രോഫി ആയിട്ടും കേരളം ഇങ്ങനൊരു അവിസ്മരണീയമായൊരു നിമിഷം നമുക്ക് സമ്മാനിച്ചിട്ടില്ല. നമ്മൾക്ക് ഇൻ്റർനാഷണൽ മാച്ചുകളിൽ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ചില നിമിഷങ്ങളിൽ ഈ അപൂർവ നിമിഷങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ 2020 വരുന്ന നിമിഷമൊന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ കിട്ടില്ലല്ലോ. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി തീർന്നു. ഈ മത്സരം കഴിഞ്ഞിട്ട് മറ്റ് ഇന്ത്യൻ താരങ്ങളോ സഞ്ജുവൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. KCA ഈ ഹെൽമെറ്റ് തന്നെ മ്യൂസിയത്തിൽ വെക്കാൻ പോവാണെന്നൊക്കെ കേട്ടു. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഈ മത്സരം കഴിഞ്ഞപ്പോഴുള്ളൊരു റെസ്പോൺസ്? ഇതൊരു ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡാന്നുള്ളൊരു ഗെയിം തന്നെ മനസ്സിലായി. അപ്പോൾ വൺസ് ആ ലീഡ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഹാപ്പിനെസ് ഒരു മാച്ച് പോലും നമ്മൾ ലീഡ് കിട്ടിയപ്പം ചെയ്തിട്ടില്ല. കാരണം കാരണം ഇത് 5 days ക്രിക്കറ്റ് ആണ് ഈ ക്വാളിഫയിങ് റൗണ്ട്സ് ഒക്കെ. അപ്പൊ അത്രയും ആ ഒരു നമ്മള് കളിച്ചതിന്റെ ക്ഷീണവും ബട്ട് അതെല്ലാം മറന്ന് ആ ഡ്രസ്സിംഗ് റൂമിലെ ഒരു സന്തോഷവും എല്ലാം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ക്രിക്കറ്റേഴ്സ്, പഴയ ക്യാപ്റ്റൻസ് ഒക്കെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയുമ്പോഴത്തേക്കും ഇവൻ അവരെ റെപ്രസെന്റ് ചെയ്ത് നമ്മളെ കേരളത്തില് കളിക്കുമ്പോഴും ആ ഒരു സന്തോഷവും ആ ഒരു എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ ഈ ടീമിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പം വളരെ സന്തോഷം അതില്.